നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യെസ്, അർജൻറ്റീന വീണു. സ്പെയിൻ ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. എക്സ്ട്രാ ടൈമിൽ ഫെറാൻ ടോറസ് നേടിയ ഗോളാണ് സ്പെയിനിൻ്റെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയത്തോടെ അവരിതാ അവരുടെ ജേഴ്സിയിൽ രണ്ടാമത്തെ സ്റ്റാർ സ്വന്തമാക്കിയിരിക്കുന്നു. ഇതിൽ അത്ഭുതമൊന്നുമില്ലെന്നേ. ഈ കളിയിൽ ജയിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഒറ്റ ടീമാണ്, ജയിക്കാൻ വേണ്ടി കളിച്ച ഒറ്റ ടീമാണ്, അത് സ്പെയിനാണ്. അവർ ജയിച്ചു, അവർ കപ്പും കൊണ്ടുപോയി. മത്സരത്തിൽ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നയിക്കാൻ ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നത് ഹുലിൻ അൽവാരസും ലിയോ മെസ്സിയും നിക്കോ ഗോൺസാലസും ഒക്കെയായിരുന്നു. മറുഭാഗത്ത് മൈക്കൽ ഓയാർസബാലും അലക്സ് ബൈനയും ഡാനി ഓൾമോയും ലാമിൻ യമാലും ചേർന്നുകൊണ്ടാണ് സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ഇതിൽ യഥാർത്ഥത്തിൽ ആദ്യ പകുതിയിലൊക്കെ ഒന്നും ചെയ്യുന്നില്ല അർജന്റീന, അതാണ്. അതേസമയം സ്പെയിൻ ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം ഗോൾ രഹിതമാണ്. അതിനിടക്ക് ലിസാൻഡ്രോ മാർട്ടിനസിന് പരിക്ക് പറ്റി നിക്കോളാസ് ഓട്ടാമെൻഡിയെ ഇറക്കേണ്ടി വരികയും ചെയ്തിരുന്നു അർജന്റീനയ്ക്ക്. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ലിയാൻഡ്രോ പരഡസിനെ കളിക്കളത്തിലേക്ക് വിട്ടു, നാഹുൽ മൊളീന കളിക്കളത്തിലേക്ക് വന്നു. അങ്ങനെ മാറ്റങ്ങളൊക്കെ പിന്നീട് സംഭവിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മറുഭാഗത്ത് പെഡ്രി, ഫെറാൻ ടോറസ് എന്നിവർ 62ാമത്തെ മിനിറ്റിൽ ഡിലാഫിയോൻ്റെ കളിക്കളത്തിലേക്ക് വിട്ടു. ഏതായാലും റോദ്രിഗോ ഡീബോളിനെ പിൻവലിക്കുന്നു. അതുപോലെ തന്നെ ക്യൂട്ടി റൊമേറോയെ പിൻവലിക്കുന്നു. ഫെക്കുണ്ടോ മെദീനയും ഹൂലിയാനോ സിമിയോണിയും അർജന്റീനയുടെ നിരയിൽ കളിക്കളത്തിലേക്ക്. മത്സരം ഗോൾ രഹിതമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ശ്രമങ്ങൾ നടത്തുന്നത് സ്പെയിൻ മാത്രം. അർജന്റീനയുടെ ഭാഗത്ത് പ്രത്യേകിച്ചൊരു നീക്കവുമില്ല. നിക്കോ വില്യംസും മൈക്കൽ മെറീനോയും കൂടി വന്നതോടെ അവർ വിജയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഏതായാലും ഒടുവിൽ എൻസോ ഫെർണാണ്ടസിന് റെഡ് കാർഡ് കിട്ടിയതോടുകൂടി 10 പേരായിട്ട് ചുരുങ്ങിപ്പോയി അർജന്റീന. രണ്ടാം പകുതി അവസാനിക്കുമ്പോൾ മത്സരം വീണ്ടും ഗോൾ രഹിതം. പിന്നെ എക്സ്ട്രാ ടൈമിലേക്കുള്ള പോക്ക്. എക്സ്ട്രാ ടൈമിൽ 106ാമത്തെ മിനിറ്റിലാണ് നിക്കോ വില്യംസിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഫെറാൻ ടോറസിൻ്റെ ഗോൾ പിറക്കുന്നത്. അതുവരെ പിടിച്ചു നിന്നു ഡിബോ മാർട്ടിനസ്. അതിനുമുമ്പ് ഒരു ഗോൾ ഉണ്ടായിരുന്നു, അത് എന്തിന് ഡിസലവ് ചെയ്തു എന്നുള്ളത് റഫറിക്ക് മാത്രമേ അറിയൂ. ഏതായാലും അത് ഡിസലവ് ചെയ്തത് ശരിയല്ല എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഫെറാൻ ടോറസിൻ്റെ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി സ്പെയിന് വിജയം ഉറപ്പിക്കുകയായിരുന്നു. മത്സരം തിരിച്ചു പിടിക്കാൻ ഒരു ശ്രമം അതിനുശേഷം അർജന്റീന നടത്തി നോക്കിയെങ്കിലും അതിനൊന്നും സ്പെയിനിൻ്റെ വലയിലേക്ക് പന്തെത്തിക്കാനുള്ള കരുത്തുണ്ടായിരുന്നില്ല. ഒരിക്കൽ കൂടി പറയുന്നു, ഈ മത്സരം ജയിക്കാൻ വേണ്ടി കളിച്ചത് സ്പെയിൻ മാത്രമാണ്. അവർ ജയിച്ചു, അവർ കപ്പം കൊണ്ടുപോയി. അതേ നടന്നുള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.